ഇന്നത്തത് ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് കേട്ടോ. ഇന്ന് ഞാനിപ്പോൾ ഒരു പ്രോഗ്രാമിന് പോവുകയാണ്. മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാർ മമ്മൂക്ക വരുന്നൊരു പ്രോഗ്രാമാണ് അത്. ബിരിയാണി കോമ്പറ്റീഷൻ കുറേ ദിവസമായിട്ട് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന ഒരു മത്സരമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫൈനൽ കോമ്പറ്റീഷനാണ് എറണാകുളത്ത് ഗോകുലം പാർക്കിൽ വെച്ച് നടക്കണേ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വൈകിട്ട് 4 മണിക്കാണ് അവിടെ ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ യൂബർ കണക്ട് ചെയ്തിട്ടാണ് പോകുന്നത്. അവിടെ എത്തിയപ്പോൾ തന്നെ അറിയുന്ന കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ദൂര സ്ഥലങ്ങളിൽ മലബാർ മേഖലയിലുള്ളവരും ഒക്കെ ഉണ്ടായിട്ടാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ നേരിട്ട് കാണാത്ത ഫോണിലൂടെയും ഫോട്ടോയിലൂടെയൊക്കെ മാത്രം കണ്ടിട്ടുള്ളവരെയൊക്കെ നേരിട്ട് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിട്ടോ. അപ്പോൾ മിക്കവരും നമ്മളുടെ അടുത്തൊന്നും ഇങ്ങനെ ആളല്ലേ എന്നൊക്കെ ചോദിച്ച് സംസാരിക്കാം, ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമായി. പിന്നെ നമ്മളവിടെ നിന്ന് കുറച്ച് അഫ്സലിൻ്റെ ഗാനമേള അതൊക്കെ ഉണ്ടായിരുന്നു. അതിങ്ങനെ കേട്ടിരുന്ന് ഇങ്ങനെ സമയം പോയത് ഇങ്ങനെ അറിഞ്ഞില്ല കേട്ടോ. അപ്പോഴേക്കും പിന്നെ മമ്മൂട്ടി വന്ന ഒരു സമയമാണിത്. എല്ലാവരും കാത്തിരുന്ന, ആവശ്യത്തോടെ കാത്തിരുന്ന ആ ഒരു സമയം വന്നെത്തിയേക്കാണ്. നമ്മൾ ഈ ഒരു യാത്ര, കേരള ബിരിയാണി ക്വീൻ എന്ന് പറയുന്ന യാത്രയുടെ ഒരു വീഡിയോ കണ്ടു. തീർച്ചയായും അതിനോടൊപ്പം ഇന്ന് ഈ ഇരിക്കുന്ന 28 വിന്നേഴ്സിന് അവർ ഓൾറെഡി വിന്നേഴ്സായിട്ട് ഇവിടെ എത്തി നിൽക്കുമ്പോൾ അവർക്കിടുന്ന ഏറ്റവും വലിയൊരു കാര്യം, അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, ഇന്ന് രാവിലെ നടന്നവരോടൊത്ത് സംസാരിക്കുമ്പോൾ നമുക്കിപ്പോ വരും. We have a video to welcome Mammootka into the house. Take a look. പലരൂപത്തിലുള്ള മലയാളി പുരുഷന്റെ ഒറ്റ പേര് മമ്മൂട്ടി. സിനിമയെന്ന മഹാനഗരം സാമ്രാജ്യമാക്കിയ രാജാവ്. കേരളം പൊഞ്ചമ്പിൽ വെച്ച് ഇന്ത്യൻ സിനിമയ്ക്ക് സമ്മാനിച്ച അഭിനയകലാ ഇതിഹാസം. മമ്മൂട്ടി എന്ന അച്ചിൽ വാർത്തെടുത്ത എത്രയെത്ര ഉടലുകൾ. മലയാളിയുടെ ജരാനരകളില്ലാത്ത യൗവനം. നമ്മുടെ ഹൃദയത്തിൽ ചാരുകസേര വലിച്ചിട്ടിരുന്ന കുടുംബനാഥൻ. അതിലോല വിലോല കുട്ടേട്ടന്മാർ മമ്മൂട്ടിയിൽ നിന്ന് ജനിച്ചു. പൊതുവെ പെണ്ണുങ്ങളോട് അകച്ചുണ്ടല്ലോ, പിന്നെ ഞാൻ യൂട്യൂബിലില്ലല്ലോ. ചരിത്രത്തിൽ നിന്നിറങ്ങി വന്ന വീരനായകരെ ഉടലിൽ ആവാഹിച്ച പൗരുഷം. അപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള കോമ്പറ്റീഷൻ ജില്ലാതലത്തിൽ നടത്തിയതിൽ 28 പേര് സെലക്ട് ചെയ്തേക്കുന്ന ഫൈനൽ മത്സരാർത്ഥികളാണത്. അവർക്കൊപ്പം മമ്മൂട്ടി ഫോട്ടോയൊക്കെ എടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫസ്റ്റ് വിന്നറെ, സെക്കൻഡ് വിന്നറെയൊക്കെ പ്രഖ്യാപിക്കുന്ന സമയമാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വിന്നർക്ക് 5 ലക്ഷം രൂപയാണ് പ്രൈസ് മണി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. കൊല്ലത്തൊരു ആൻസി സാബുവിനെ അല്ലേ, അപ്പോൾ സെക്കൻഡ് വിന്നറെയാണ് ആദ്യം പ്രഖ്യാപിച്ചേട്ടാ. അപ്പോൾ കൊല്ലത്തുള്ള ഒരു ആൻസി സാബു എന്ന് പറയുന്ന ഒരു ലേഡി ആയിരുന്നു. അപ്പോൾ അതിന് മമ്മൂട്ടി ക്രൗൺ വെച്ച് കൊടുക്കണതാണ് കേട്ടോ. അപ്പോൾ ഈ കൊല്ലത്തുള്ള ആ ലേഡി, സെക്കൻഡ് കിട്ടിയിരിക്കുന്ന ആ ലേഡിയുടെ ബ്രദർ മമ്മൂട്ടിയുടെ ഫോട്ടോ വരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കണ കാര്യമുണ്ടാണ് പറയണത്. അപ്പോൾ മമ്മൂട്ടി അവർ സംസാരിക്കില്ല, ബ്രദർ സംസാരിക്കുകയൊന്നും ചെയ്യില്ല, നന്നായി വരക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്. അപ്പോൾ മമ്മൂട്ടി അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് വിളിപ്പിക്കുകയാണ് ചെയ്തത്. അവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കേട്ടോ കിട്ടിയത്. കാരണം അവിടെ നിന്ന് വേറെ പിന്നെ എല്ലാവരും സെൽഫി എടുക്കുക, ഇത് ഫോട്ടോ എടുക്കുക എന്നൊക്കെ കരുതി വന്നവർക്ക് ആർക്കും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എല്ലാവരും വരെ മാറ്റി നിർത്തുകയാണ് ചെയ്തത്. കാരണം ഒരാളെയൊക്കെ
സെൽഫി എടുക്കാനും ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാവർക്കും ഇങ്ങനെ ഫോട്ടോ എടുക്കാനും ഇതൊക്കെ. അപ്പോൾ അത് കാരണം വേദിയിൽ താഴെ ഇരുന്നിട്ട് മമ്മൂട്ടി ആരും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്തില്ല. പിന്നെ സ്റ്റേജിൽ നിന്ന് അപ്പം നിന്ന ഗസ്റ്റുകളുടെയൊക്കെ ഒപ്പം ഫോട്ടോ എടുക്കുക അങ്ങനെയൊക്കെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇവരെ പ്രത്യേകമായിട്ട് വിളിച്ചത് കൊണ്ട് ഇവരുടെ ഇവിടെ സെൽഫിയൊക്കെ എടുക്കുകയും ഇതൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ഇനിയിപ്പോൾ തേർഡ് വിന്നറെ പ്രഖ്യാപിക്കണം, ഫസ്റ്റ് വിന്നറെ പ്രഖ്യാപിക്കണം. അങ്ങനെ ആദ്യം തന്നെ സെക്കൻഡ് വിന്നറെയാണ് കേട്ടോ പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇനി അടുത്തത് ആരെയാണെന്ന് നോക്കാം. Exactly number 17, Mariam Jafar from Kannur is this season's Kerala. കണ്ണൂർ ജില്ല മുഴുവൻ ഉണ്ടല്ലോ. നമ്മളൊരു വില്ലയല്ലേ വിളിച്ചത്. നമുക്കാ നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് പോകുമ്പോഴേ അപ്പുറത്തെ സൈഡിലോട്ട് പോകും. അപ്പുറത്തെ സൈഡിലോട്ട് ശരി. നന്നായല്ല ബാക്കിയുള്ളവരെയും കൂടി വിളിക്കാറുണ്ട്. ഉണ്ട് സാർ, അതാ ഇനി ആരുമില്ല, എല്ലാവരും എത്തി. താങ്ക് യു. പറയാം. എന്തായാലും ഫാമിലിയുടെ ഫോട്ടോ കിട്ടി, 5 ലക്ഷം രൂപ കിട്ടി, തലയിൽ ഒരു ക്രൗൺ കിട്ടി. ഇവിടെ വരെ അരവിളി തന്നതിന് പിന്നെ ഒന്നും പറയാനില്ല. റോസ് ബ്രാൻഡ് മാത്രം ഒരുപാട് 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 2 വിനേഴ്സിനെയും കൂടി ഒന്ന് വിളിക്കട്ടെ. മമ്മൂക്കയുടെയും നമ്മുടെ ഷെയ്ം സാറിന്റെയും റബീഉൽ സാറിന്റെയും കൂടെ നിന്ന് ഒരു പിക്ചർ. The winners for today, the 3. പ്രസംഗിക്കാനൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ പ്രസംഗമൊന്നും എഴുതി കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ഇതൊരു ബിരിയാണിയുടെ വിശേഷമായതുകൊണ്ട് നമുക്ക് വലിയ പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ തന്നെ ബിരിയാണി കേരളത്തിൽ തന്നെ അങ്ങോട്ടുള്ള പാലക്കാട് ബിരിയാണി തിരിച്ചു പറഞ്ഞ പോലെ ഓരോ സ്ഥലത്തും ഓരോ തരം ബിരിയാണി. തോന്നിയവാസമല്ല, നല്ലൊരു ചിട്ടിയ പഠനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ തലശ്ശേരി ബിരിയാണി, കണ്ണൂർ ബിരിയാണി, കോഴിക്കോട് ബിരിയാണി, കൊച്ചി ബിരിയാണി, തിരുവനന്തപുരം, കൊല്ലം ബിരിയാണിയൊക്കെ വേറെ കാര്യമില്ല. എൻ്റെ പേരിൽ എൻ്റെ ഭാര്യ ഉണ്ടാക്കുന്ന ഒരു വേറെ ബിരിയാണി. ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതും ഓരോ പാചകക്കാരുടെ അഭിരുചി അനുസരിച്ചിട്ട് മാറുന്നതുമാണ്. അപ്പോൾ എല്ലായ്പ്പോഴും എല്ലാ ബിരിയാണിയും നമുക്ക് രുചികരം, പലപ്പോഴും രുചികരമാകുക തന്നെ ചെയ്യുകയും ചെയ്യും. എന്നാലും ഈ ബിരിയാണി ഫെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കുറച്ച് ഹെവി ആയിട്ടുള്ള ഫുഡാണ്. എപ്പോഴും ബിരിയാണി കഴിക്കുന്ന അത്ര നല്ലതല്ല. പിന്നെ പലതരം ബിരിയാണി ഉണ്ടല്ലോ. വെജിറ്റബിൾ ബിരിയാണി, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ബീഫ് ബിരിയാണി, ഫിഷ് ബിരിയാണി, പ്രോൺസ് ബിരിയാണി, അങ്ങനെ പലത്. അങ്ങനെ ബിരിയാണിയുടെ ഒരു വലിയ പരമ്പര തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. ഭക്ഷണപ്രിയരായ നമ്മൾ പലതരം ബിരിയാണി ഉണ്ടാക്കി നമ്മൾ കഴിക്കും, ഒരുപാട് പേർക്ക് കൊടുക്കുകയും ചെയ്യും. ബിരിയാണിക്ക് വലിയൊരു പ്രത്യേകത പറഞ്ഞാൽ ഒരുപാട് ബിരിയാണി ഉണ്ടാക്കാനൊരു ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ വിളമ്പാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല, ഒന്നല്ലേ ഉള്ളൂ. ഒരുപാട് തരം കറികളൊന്നും വിളമ്പി അങ്ങനെ വേണം. നമ്മുടെ പലരും അതൊരു എളുപ്പമായിട്ട് കണക്കാക്കുന്നവരും ഒന്നില്ലെന്നില്ല. ഏതായാലും ബിരിയാണി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും നാവിലൊന്നും വെള്ളം പോകും. ഈ ബിരിയാണി ഫെസ്റ്റിവല് എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം, ഈ ജഡ്ജിമാർ ഈ 10-28 ബിരിയാണി കഴിച്ചത് എങ്ങനെ രീതിയിൽ
എല്ലാവർക്കും ആശംസകളും നമസ്കാരം. താങ്ക് യു മമ്മൂക്ക, താങ്ക് യു. തീർച്ചയായും എല്ലാവരുടെയും മനസ്സിലൊരു ചോദ്യം ഉണ്ടായിരുന്നു, മമ്മൂക്കയുടെ ഫേവറേറ്റ് ബിരിയാണി ഏതാണെന്നുള്ളത്. അപ്പൊ എനിക്ക് കിട്ടിയ ഉത്തരം കിട്ടി. വീട്ടിൽ ഭാര്യ വയ്ക്കുന്ന ബിരിയാണി അല്ലേ അത്? ഉറപ്പായിട്ടും ഇവിടെ കുറെ കിടക്ക് ചോദിക്കാൻ പറഞ്ഞു പോകുന്നത്, ഞാൻ തൽക്കാലം ഒഴിവാക്കിയതാണ്. അപ്പോ ഇന്ന് തീർച്ചയായും നമ്മുടെ കേരള ബിരിയാണി ക്വീനിന്റെ ഈ ഒരു മത്സരത്തിൽ എല്ലാവരും പങ്കെടുത്തവർക്കും അതുപോലെ തന്നെ ഇതിന്റെ ഭാഗമായ എല്ലാവർക്കും വളരെയധികം നന്ദി. ഇതിനിടയ്ക്ക് ഒരൊറ്റ നമ്മുടെ ഈ കഴിഞ്ഞ ദിവസം വൈറലായ ഒരു കുട്ടി ഉണ്ടായിരുന്നു. നമ്മുടെ മന്ത്രി വീണ ജോർജ് വരെ ബിരിയാണി നമ്മുടെ അംഗനവാടിയിൽ കൊണ്ടുവന്ന നമ്മുടെ ശംഖുവിനെ ഒന്ന് സ്റ്റേജിലോട്ട് വിടുമോ? ശംഖുവിനെ ഒന്ന് സ്റ്റേജിലോട്ട്. ബെർണാഡി കിട്ടിയോ? ബെർണാഡി കിട്ടിയോ? ഉള്ളവരാ ഇഷ്ടയോ? ഇത് ബെർണാഡി ബെർണാഡി പൊഴിച്ച കോഴി. ഓക്കെ, താങ്ക് യു. വന്ന് എന്നിട്ട് പറഞ്ഞ മമ്മൂട്ടിയെ കാണുന്നതാണ്, മമ്മൂക്ക പോലല്ലോ പറഞ്ഞത്. ഒരു മിനിറ്റ്. താങ്ക് യു. അങ്ങനെ പിന്നെ വിന്നറൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ് പിന്നെ മമ്മൂട്ടി പോകാൻ വേണ്ടി ഇറങ്ങേണ്ട. അപ്പോഴും ആളുകളെല്ലാവരും ഇങ്ങനെ ഓടി മമ്മൂട്ടിയുടെ കാറിൻ്റെ അടുത്ത് ഇങ്ങനെ ഓടി വരെയൊക്കെ ചെയ്ത്. അപ്പം ഞാനീ പിടിച്ചതൊക്കെ പിള്ളേർ പിടിച്ചതാണ് വീഡിയോ ഒക്കെ ചെയ്തത്. അവർ മമ്മൂട്ടിയുടെ തൊട്ടടുത്ത് തന്നെ പുറകിലൊക്കെ നിൽക്കുകയും ഇതൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ വീഡിയോ ചെയ്യാൻ മമ്മൂട്ടി താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ അവരും അതിൻ്റെ പുറകെ തന്നെ ഓടി ഇറങ്ങി ചെയ്തതാണ് ഈ സംഭവങ്ങളൊക്കെ. ഞാനപ്പോഴും അവിടെ സീറ്റിൽ തന്നെ ഇരിക്കുകയായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഗംഭീര ഒരു ഫുഡ് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അവിടെ റോസ് കൈമയും മാതൃഭൂമിയും കൂടി ചേർന്നിട്ട് നല്ലൊരു അവർക്ക് 5-6 തരത്തിലുള്ള ബിരിയാണി ഒരുക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ സ്റ്റേജിൽ കയറി പിന്നെ എല്ലാവരും കൂടി കയറി പാട്ടും ഡാൻസും പിന്നെ ഒരുപാട് യൂട്യൂബേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഒപ്പം ആളുകൾ സെൽഫി എടുക്കണ തിരക്കും അങ്ങനെയൊക്കെ. അപ്പോൾ അമ്മു പിന്നെ സ്റ്റേജിൽ കയറി അമ്മും പാട്ടിൻ്റെ ഒപ്പമൊക്കെ ഡാൻസ് ചെയ്യുകയും ഇങ്ങനെയൊക്കെ അമ്മുവും കയറിയിരുന്നിട്ട് ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ അഫ്സലിൻ്റെ നല്ല അടിപൊളി ഗാനമേളയും ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അന്ന് പാടി മുൻപ് സ്വപ്ന കൂടെ ഇറങ്ങിയപ്പോൾ പാടിയ ആ ഒരു ഇത് തന്നെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ആ ഒരു രീതിയും സൗണ്ടും ഒക്കെ അതേപോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നേരിട്ട് കാണാനും കേൾക്കാനും ഒക്കെ പറ്റി. കുറച്ച് സമയം ഇവിടെ നിന്ന് എൻജോയ് ചെയ്തിട്ട് പിന്നെ കുറേ ആളുകളൊക്കെ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് അങ്ങോട്ട് പോയിരുന്നു. അപ്പോൾ നമ്മളിവിടെ കുറച്ച് സമയം നിന്നതിന് ശേഷമാണ് പിന്നെ ഫുഡ് കഴിക്കാൻ പോയത്. പിന്നെ എൻ്റെ ഫ്രണ്ടൊക്കെ കുറേ പേരൊക്കെ മലപ്പുറം കോഴിക്കോട് അവിടെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്തു കാണുകയും ഇതൊക്കെ ചെയ്തു. പുതിയൊരു വേറിട്ടൊരു അനുഭവമായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് പേരെ നമുക്ക് നേരിട്ട് കാണാനും സംസാരിക്കാനും ഇതൊക്കെ പറ്റി. പിന്നെ അതെല്ലാം നന്നായി എൻജോയ് ചെയ്ത ഒരു പ്രോഗ്രാമായിരുന്നു. ഇവിടെയാണെങ്കിൽ ധാരാളം ആളുകൾ ഇപ്പോൾ ഫുഡ് കോർട്ടിൽ വന്നപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. പലതരത്തിലുള്ള 6 തരത്തിലുള്ള ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. ഫിഷ്, ചിക്കൻ, ചെമ്മീൻ, പിന്നെ മട്ടൺ, അങ്ങനെയൊക്കെ ഉള്ള ബിരിയാണി, വെജിറ്റബിൾ 7 തരത്തിലുള്ളതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ.